നമസ്കാരം. ഇന്ന് കർക്കിടകം 3 ബാലകാണ്ഡത്തിലെ പുത്രകാമേഷ്ടി എന്ന ഭാഗം. കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ പത്നിമാരോടൊത്ത് അയോധ്യയിൽ ധർമ്മിഷ്ഠനായി രാജ്യപാലനം നടത്തവേ സന്താനമില്ലാത്തതുകൊണ്ടുള്ള ദുഃഖം ദശരഥ മഹാരാജാവിനെ അലട്ടിയിരുന്നു. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം വിഭാണ്ഡകന്റെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗത്തിൽ പ്രീതി പൂണ്ട അഗ്നിദേവൻ പായസം നിറച്ച ഒരു സ്വർണപാത്രവുമായി പ്രത്യക്ഷനായി ഈ പാത്രത്തിലെ പായസം സേവിക്കുന്നത് നിമിത്തം രാജ്ഞിമാർ ഗർഭം ധരിക്കുമെന്ന് അഗ്നിദേവൻ അനുഗ്രഹിച്ചു. പായസത്തിലെ പകുതി കൗസല്യയ്ക്കും മറുപകുതി പതർച്ചയോടെ കൈകേയിക്കും ദശരഥ മഹാരാജാവ് നൽകി. അതിനുശേഷം വന്ന സുമിത്രയ്ക്ക് കൗസല്യയും കൈകേയിയും തങ്ങളുടെ പങ്കിൽ നിന്നും പകുതി വീതം നൽകി. തുടർന്ന് രാജ്യമൊട്ടാകെ ആനന്ദമുളവാക്കി രാജ്ഞിമാർ മൂവരും ഗർഭവതികളായി. ഇതാണ് പുത്രകാമേഷ്ടി എന്ന ഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്ന സാരാംശം. നമുക്കിന്നത്തെ പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ. അമരകുലവരതുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തും സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സിനരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി
വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ഠികർമ്മം ഋഷിശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമാ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു പറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടേ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തത്പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചു മൂവരുമതുകാലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ.